ഹലോ അസ്സാം വലൈക്കും. ഇത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഒരു 5:45 ആകുമ്പോഴത്തേക്കും എൻ്റെ സുബഹി നിസ്കാരം കഴിഞ്ഞ് പിന്നെ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ചിയ സോക്ക് ചെയ്ത വെള്ളം കുടിച്ച് പിന്നെ പുറത്ത് നല്ല മഴക്കാറുണ്ട്. ഞാനൊന്ന് നടക്കാൻ വിചാരിച്ചത് കഴിഞ്ഞില്ല. പിന്നെ ക്ലീനിങ്ങിന് നിൽക്കുമ്പോഴാണ് ഇയാൾ വന്ന് എൻ്റെ അടുത്ത് ഇരുന്നത്. ഇത് നമ്മളിവിടെ തന്നെയുള്ള പെറ്റാണ് കേട്ടോ. ഒരു 5-6 കൊല്ലമായിട്ട് നമ്മളെ കൂടെ തന്നെയാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു 1 ഇയർ ബ്രേക്ക് എടുത്തിട്ട് അതെവിടെ പോയി, അതെവിടാന്ന് നമുക്ക് ഇപ്പോഴും അറിയില്ല. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് കറക്റ്റ് 1 ഇയർ കഴിഞ്ഞപ്പോൾ നമ്മളെ വീട്ടിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. പിന്നെ അപ്പോഴാണ് നമ്മളെ ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു കോൾ വന്നത്. അപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് വീടൊക്കെ ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിടാം. ഞാൻ ഷോപ്പിൽ പോകാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഇവർ വിളിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീടൊക്കെ വേഗം ക്ലീൻ ചെയ്തിടാമെന്ന് വിചാരിച്ച് അങ്ങനെ വീടൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ഷോപ്പിലേക്ക് വേണ്ടി പോകുന്നത് വേറെ എങ്ങോട്ടുമല്ല, ഇത് സ്വന്തം ഉപ്പാൻ്റെ തന്നെ ഷോപ്പിലേക്കാണ്. അപ്പോൾ അങ്ങനെ ഉപ്പാൻ്റെ ഷോപ്പിലേക്ക് പോയിട്ട് വേണ്ടിയ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങി. ഇവിടുന്ന് കുറച്ച് നടക്കാൻ തന്നെ ഉള്ളൂ, നമുക്ക് ഓവർ പോകാനൊന്നുമില്ല. അതിനെക്കൊണ്ട് വേഗം പോയി ആ സാധനങ്ങളൊക്കെ വാങ്ങി വന്ന് വീട്ടിലെത്തിയ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പ്രോൺസ് കറി കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ കഴിച്ച് ഇരുന്നപ്പോൾ ജസ്റ്റ് പോയി ഒന്ന് കുളിച്ച് ഫ്രഷായി വന്ന്, എന്തായാലും ഗസ്റ്റൊക്കെ വരില്ലേ, അപ്പോൾ ജസ്റ്റ് ഒന്ന് കുളിച്ച് ഫ്രഷായി വന്ന് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം പോയി വന്നപ്പോൾ നമ്മളൊരു മാംഗോ ബാർ വാങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെ എൻ്റെ കസിൻസ് ഫ്രണ്ട്സൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം യൂനോ ഒക്കെ കളിച്ചൊരു ബിസ്ക്കറ്റൊക്കെ തിന്നിരുന്നത്. അപ്പോഴാണ് ഗസ്റ്റൊക്കെ എത്താനായി എന്ന് അറിഞ്ഞത്. അപ്പോൾ നമ്മൾ കുറച്ച് പായസവും കുറച്ച് പഴംപൊരിയും ആക്കി. അങ്ങനെ രണ്ടും കൂടി അവിടുന്ന് ഇവിടുന്ന് ആക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഇപ്പം കാണുന്നൊരു റെസിപ്പി ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വെറും 1 ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി നമുക്കൊരു ഈവനിങ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നൊരു സ്നാക്കായിട്ട് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ കസിൻസിൻ്റെ വീട്ടിലേക്ക് പോയി ബാക്കി അടുത്ത വീഡിയോയിലിടാം.